ആരെ ബാൻ ചെയ്യും സൂര്യോളെ 2000 മാച്ചുള്ള ഇന്ന ഇവന് ഹൈപ്പ് കൊടുക്കണോ വേണ്ടേ? ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നു. അവൻ കളിക്കാത്തവനാണെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ ട്രോള് സഹിക്കണം. ബാർലി കളയട്ടെ, കടിയത്താളാണ്. അനാബി ഓപ്പണാണ്. ഞാൻ എമ്മ കളിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഷോയ് അവന്മാരെ കളഞ്ഞടാ. ഷോ ചെയ്തേതാ മേജ് ഒരു സൂസിൻ കളഞ്ഞു. ഇപ്പം പിക്ക് ചെയ്യണോ? ഞാൻ വെറുതെ കാണിക്കാം. ഞാൻ പിക്ക് ചെയ്യാം ഏതെങ്കിലും. 3 പേര് 3 ലൈനിലായി പോണതൊരു പ്രശ്നമാണ്. ആസ്കാടേ ഈ കാഗുറ കളിക്കാൻ ഓർക്കാൻ കേട്ടാ. കാഗുറ വലിയ പാടൊന്നുമില്ല. ക്ലാസിക്കലൊക്കെ കളിച്ച് 15 കില്ലൊക്കെ 2 മാച്ചും കിട്ടിയത് വലിയ പാടില്ല. വിചാരിച്ച് ഭയങ്കര പാടായിരിക്കും. കാഗുറായിട്ട് പ്രശ്നം വരണത് അവളെ കോംബോ ഒരെണ്ണം മൂഞ്ചണം, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ആദ്യം എനിക്ക് കുറേ മൂഞ്ചി. മറ്റേ അൾട്ട് യൂസ് ചെയ്യുമ്പോൾ അൾട്ട് ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. രണ്ടാമത്തെ വെച്ചാൽ മറ്റേ കാഗുറയുടെ ഒറ്റ കോംബോ പഠിച്ചാൽ മതി, അത് വെച്ച് എല്ലാ കളിയും കളി. ഉള്ള കാര്യം പറഞ്ഞ ടീമായിട്ട് 5 man പോകുമ്പോൾ ഇല്ലേ കറക്റ്റ് കോംബോ കളിക്കാൻ പറ്റുന്ന ഇതാകുമ്പോൾ യൂസ് ചെയ്യും. കോംബോ ടീം എടുത്തിട്ട് കാഗുറ സത്യം പറഞ്ഞ ട്രോൾ ഹീറോ ആണ്. എനിമിയെ ദേഷ്യം പിടിപ്പിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ക്യാമ്പ് ചെയ്യാൻ കിട്ടില്ല. യുഡോറേൻ്റെ ഒന്നും ബെസ്റ്റ് ആക്കാനും പറ്റൂല. ഇപ്പോൾ മനസ്സിലായി കാഗുറായിട്ട് ഫ്ലെയിം ഷോട്ട് എടുത്ത് കില്ല് കുമ്മാൻ്റെ രസം എന്താണ് മനസ്സിലായത്. ക്ലാസിക്കിൽ എനിക്ക് ട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കുന്ന പിക്കാണ്. ആദ്യം ചെന്ന് ഗോൾ ലൈനറിനെ 2 പ്രാവശ്യം കൊന്നാ മതി, പിന്നെ അവന്മാര് നമ്മളെ പുറകെ ഒരു കോമഡിയാണ്. നീ പ്യൂരിഫൈ എടുത്തേ സേവറോ ആണെങ്കിൽ പിന്നെ 3 ചോണ്ട് സേവറും രക്ഷപ്പെടാൻ ഫ്ലിക്കർ വേണോടാ. ആരായിട്ടെന്ന് ആരുടസിന്റെ പ്യൂരിഫൈ ഇട്ടോണ്ട് അളിയാൻ വന്ന ഒറ്റ ഇടിയിൽ കൊന്നിട്ടു. അത് ഫ്ലിക്കർ ഇടുമ്പോ ഒരു ഡീക്കൊല്ലോ അൾട്ടില് സ്റ്റണ്ണാകുമ്പോ. അവിടെ ഒട്ടും മൊബിലിറ്റി ഇല്ലാത്ത ഹീറോ ആണ്, ഒട്ടും ഇല്ലാത്തത്. ഞാൻ കലീദിനെ പുഴയൊക്കെ പോയി. മാർക്കൊരു 2 ലെജൻഡ് സ്കിന്ന് ഫ്രീ ആയിട്ട് തന്നൂടെ? കാഗുറിന്റെ ലെജൻഡ് ഇപ്പോൾ വരാൻ പോയില്ലേ. ലുണോക്സും ജോൺസണും ഒക്കെ ഫ്രീ ആയിട്ട് തരണം. 20,000 ഡയമണ്ട് സ്കിൻ ആകുമ്പോൾ ചുമ്മാ തരൂ. ഇല്ല 20 വേണ്ടടാ, 12 മതി. 12 മതിയാ? ഞാൻ 20 ആവും. 12 മതി. ഫോണിലെ ബ്രൈറ്റ്നസ് കൂടുതൽ കുറയ്ക്കട്ടെ. അവന്മാര് ചത്തരട ഇപ്പൊ തന്നെ.
മോളിൽ തന്നെ വരാം. ലെസ്ലിയെ പൂജിച്ചോണ്ടിരിക്കാം. ഹയ്യ ക്യാമ്പർ. മിസ്സിംഗ് ആണ്. ആര് ഇതുവരെ വന്നിട്ടില്ല. അവനെ കാണുന്നേ ഇല്ല. എവിടെയാ മുള്ളു? താഴെ ആയിരിക്കും വന്നിട്ട്. താഴെ ഹൈ ഇല്ല, സാസ് കാണും. വേറെ എവിടെ എന്നാ മുകളിലായിരിക്കും. നീ മാത്രമേ ഉള്ളൂ. ഓടിക്കാം. മിഡ് പോയി. അവൻ ഖലീലിന്റെ കൂടെ കേറാനുള്ള മുപ്പത് പിങ്ങേ ഉള്ളു കേട്ടോ, കുഴപ്പമില്ല. 32, 37, 39 അവിടെ തന്നെ നിന്ന് കറങ്ങുന്നു. പുറകെ ചൗ വരണ്ട്. ബാക്കിൽ ഇവനെ ഇറങ്ങ വരാൻ വേറെ വഴിയില്ല. എടാ ഖലീദ് എന്നെ ഇട്ടിട്ട് പോവാടാ. അയ്യൊന്നും ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഖലീദ് ആരാണ്? സിംഗുലാരിറ്റി ആരാണ്? അവനെ കൊന്നു. ഇല്ലെന്ന് പറഞ്ഞ ഹയ അയാ നിന്റെ അടുത്തില്ലാന്ന് പറഞ്ഞ. എവിടെയുണ്ട്? അതുകൊണ്ടാ നിന്റെ അടുത്തില്ല പറഞ്ഞ. അതുവഴി വന്നപ്പോ ഒരു വാക്ക് പറയായിരുന്നു, അതില്ല. കണ്ടിട്ടില്ല ഞാനെപ്പോഴത്തേക്ക് നമ്മളിവിടെ നോക്കണേ. ഓ ഖലീദായിട്ട് രക്ഷപ്പെട്ടു. എത്തി. ഒരാളുടെ ഫ്ലിക്കറില്ല. എന്തേരി ഇവന്മാർക്ക് ഗ്യാങ് ഉറക്കം വരില്ല ഹയക്ക്. പിന്നെ മതി ആവശ്യമില്ല. ശരിയല്ല. നിന്റെ പേരിലെ കിങ് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ഒരു രാജാവിനെ കൊല്ലാന്ന് വിചാരിച്ചാണോടെ ഇന്നവന്മാര് ആ പേരിട്ടതിന്റെ കഥ കേൾക്കണ്ട. ആ പേരിന്റെ സംഭവില്ലേ, ഫസ്റ്റ് ഗെയിം കളി തുടങ്ങിയില്ലേ, അപ്പം എൻ്റെ ഒറിജിനൽ പേരിനെ ഞാൻ ഇത് യൂസ് ചെയ്താ. ഒരു ദിവസം ഫസ്റ്റ് ഏതാ ഒരു ബോട്ടിൻ്റെ പേര് അബിസൽ ക്വീൻ എന്നായിരുന്നു. അപ്പം ഞാൻ വെച്ച് അത് കൊള്ളാല്ലേ, അപ്പോൾ അബിസൽ കിങ് എന്നും പറഞ്ഞിട്ടാ. ഇതാണ് ആ പേരിൻ്റെ കഥ. ഏതാ ഒരു ഇല്ലാത്ത ബോട്ടിൻ്റെ പേരും കണ്ട് അതെടുത്തങ്ങ് ഇട്ട് സുഖം. വൻ പരിപാടി. നോക്കിയപ്പോ സൈഡിൽ കൂടെ നടന്നു വരണം മെലിസയെ കൊല്ലേ. അവനൊറ്റയ്ക്ക് മെലിസ ഇവനെ കൊല്ലുന്നുണ്ട്. ആര്? ലെസ്ലീനെ. വീട്ടിലെ ചത്താണ്. നല്ല ദിവസം കിട്ടി, കൊടുക്കത്ത് കിട്ടി, ബിൽഡാവട്ടെ കൊടുക്കാൻ. മാന പെട്ടെന്ന് തീർന്ന്.
ഇവര് ഇത് ചെയ്തതിനു ശേഷം. ഇവരെ പുതിയ ഇത് കൊള്ളൂടെ അവളെ നെർഫ് ചെയ്തങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു വേണ്ടി. അവര് പറയണത് റീകോൾ ചെയ്യാൻ ബഫാണെന്നൊന്നും. മാനക്ക് വേണ്ടി തന്നെ റീകോൾ ചെയ്യേണ്ടി വരും. ഇവിടെ ബാക്ക് വന്ന് ഹയനെ കിട്ടുക. ഹസി ക്യാമ്പ് എന്ന് കൊന്നടാ രണ്ടടി. പക്ഷേ എടാ ഇന്നൊരു ക്ലാസ്സിക്ക് ഞാൻ കളിച്ചു നോക്കി കേട്ടാ, നെറ്റ് ഇല്ലാത്തോണ്ട്. എനിക്ക് കളി തുടങ്ങിയപ്പോ ലാഗ് കേട്ടാ. ഞാൻ നന്നായിട്ടാണ് കളിക്കണത്. എനിക്കൊരു 3 കില്ല് 6 ഡെത്ത് അങ്ങനെയാണ് എന്റെ സ്റ്റാറ്റ്സ്. അപ്പുറത്തെ ടീമിലെ വാണം കളി കേട്ടാ. ഈ കുണ്ണയ്ക്ക് നെറ്റിന് പ്രശ്നമൊന്നുമില്ല എന്നെ പോലെ. വാണം കളി എന്ന് വെച്ചാൽ അവൻ 0-10 എങ്ങാണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്റെ അടുത്ത് പറയാണ് യൂസ് യുവർ ബ്രെയിൻ എന്ന് എന്റെ അടുത്ത്. അവൻ 0 കില്ല് 10 ഡെത്താണ്. എന്നിട്ട് അവൻ പറയാണ് അപ്പോഴത്തേക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടടേ 0-10-3 അങ്ങനെ എങ്ങാണ്ടായിരുന്നു അവന്റെ സ്റ്റാറ്റ്സ്. ഞാൻ ടൈപ്പ് എൻ്റെ ക്ലാസ്സിക്ക് ഒരു പയ്യൻ വന്നു. അവൻ്റെ ലൈൻ അവനെ ഇന്ന് തേച്ചതേ ഉള്ളെന്ന് അങ്ങനെ പറഞ്ഞ് അവൻ്റെ കുറേ ഡിപ്രഷൻ കഥ ചെറുക്ക. അതുകൊണ്ട് ഫാൻ ഇട്ട് വന്ന് മെയിനാക്കൊക്കെ എടുത്തിട്ട് പോയി. വീട്ടിൽ വരും. എന്ന് അവന്റെ ഗേൾഫ്രണ്ട് അവനെ തേക്കണം എങ്കിൽ അവൻ നന്നായിട്ട് കളിക്കും. സത്യം. തേച്ച റീസൺ ആയിരുന്നു കോമഡി. അവ അവളോടത്ത് എക്സാമിന് പഠിക്കാൻ പറഞ്ഞു. അവൻ എന്തിനാ അവളോട് പഠിക്കാൻ പറഞ്ഞത്? അവ ആരാടാ പഠിക്കാൻ പറയാൻ? അവള് പഠിക്കുന്ന ഇതുപോലത്തെ പരിപാടിയൊന്നും നമ്മുടെ പിള്ളേര് സഹിക്കില്ല. 1.5 വർഷത്തെ റിലേഷൻഷിപ്പ് പാർട്ട്ണർ പാവം ചെക്കൻ്റെ പൊട്ടി പഠിക്കാൻ പറഞ്ഞോട്ട്. അതാണ് പെണ്ണ് അങ്ങനെ റിയാക്ട്. അവളെ പരീക്ഷയ്ക്ക് തോക്കണം. അതാണ് ഇപ്പൊ എൻ്റെ ഒരു ഇത്. മനസ്സിലാ നീയൊക്കെ. പിന്നെ അവളെ പഠിക്കാൻ പറഞ്ഞോണ്ടല്ലേ അവള് തേച്ചത്. അപ്പോൾ അവളെ തോക്കണം പരീക്ഷയ്ക്ക്. തിരിച്ചു വരുവാടാ. നാളെ അവള് പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ ഫാന് കളിക്കുമ്പോ ഏഞ്ചലിട്ട് അവള് കളിക്കും കൂടെ. അതാണ് നടക്കാൻ പോണം. ചത്താണ് വെച്ചത്. ചത്തില്ല. ലേറ്റായ ഇവനെല്ലാത്തിനെയും കൂടി പണിയായിരിക്കും. ആൾഡസിനെ കൊല്ല നീ കൂളായിട്ട്. പൈസ തരണം ഇങ്ങനെ സ്റ്റൺ ചെയ്യണേ. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അവരെ. അവൻ ടാങ്കാന്നല്ലോ. അതുകൊണ്ട് അടുത്തുവരെ അതിനെന്ത് അവനെ സ്റ്റൺ ചെയ്താ ചണ്ട ചെയ്തിട്ടേക്കില്ല. നന്ദിയില്ലാത്ത ഒരുത്തൈ. ചത്ത്. പൈസ തരണം ഇങ്ങനെ കളിക്കണേ. എന്റെ 2 സ്റ്റൺ ഉണ്ടായിരുന്നു. നല്ല വെട്ട്. എന്തോ പോയാ അതിഷ്ടണ്ടാ വന്നിരിക്കണ്ട. എനിക്ക് റെക്കോർഡ് ചെയ്യണോണ്ട് ലാഗ് കാരണം അനങ്ങാൻ പറ്റില്ല. പുല്ല് ഞാൻ ചത്ത്. നെക്കിയിട്ട് നെങ്ങിയില്ല പുല്ല്. മണ്ടത്തരം കാണിച്ചു നടത്താം.
കളി കഴിഞ്ഞ് നൈസ്